ഇപ്പോൾ അടിയന്തര പ്രമേയ നോട്ടീസിന് മുഖ്യമന്ത്രി മറുപടി പറയുന്നു. നിയമസഭയിൽ അതിലേക്ക് 13 തവണ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതിയും സെസ്സും വർദ്ധിപ്പിച്ചു. ഈ സെസ് വർദ്ധിപ്പിക്കുമ്പോഴുള്ള പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതാണ്. സംസ്ഥാനങ്ങൾക്കുള്ള പങ്ക് ലഭിക്കില്ല. ഇതിനെതിരെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ പ്രക്ഷോഭം നടത്തുന്നവർ ഒരു തരത്തിലുള്ള പ്രതിഷേധവും നടത്തിയിട്ടില്ല എന്നതും നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിൽ BJP അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ളതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ട് നടത്താതിരിക്കും. എന്നാൽ UDFും കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന ഈ നിലപാടിനെതിരെ ഒരു പ്രതിഷേധവും നടത്തിയിരുന്നില്ല. സർ, ഇത് സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കി നമ്മുടെ സംസ്ഥാനത്ത് നടക്കേണ്ട ദൈനംദിന പ്രവർത്തനങ്ങൾ, വികസന പദ്ധതികൾ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികൾ, ഇതെല്ലാം തകർക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. സർ, GST നിലവിൽ വന്നതോടെ സംസ്ഥാനത്തിന് വിഭവ സമാഹരണത്തിനുള്ള സാധ്യത വളരെ വളരെ പരിമിതമാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കടമെടുക്കാനുള്ള സംസ്ഥാനത്തിൻ്റെ അവകാശവും കേന്ദ്ര സർക്കാർ വെട്ടിച്ചുരുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സർ, ഇത്തരം കാര്യങ്ങളാണ് നിലവിൽ വിഭവ സമാഹരണത്തിന് വഴി കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിനെ നിർബന്ധിതമാക്കുന്നത്. ഇത് സംസ്ഥാനത്തെ ജനങ്ങൾക്കാകെ ബോധ്യമുള്ളതാണ്. അത് ഇപ്പോൾ ഇവർ നടത്തുന്ന സമരത്തിൻ്റെ നില കണ്ടാൽ തന്നെ ആർക്കും മനസ്സിലാവും. ജനപിന്തുണയില്ലാത്ത സമരമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സർ, ഇവിടെ അടിയന്തര പ്രമേയ നോട്ടീസിൽ ഉന്നയിച്ച പ്രശ്നം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് അതിക്രമം കാട്ടിയെന്നാരോപിച്ച് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഫെബ്രുവരി 21 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ കല്ലും വടിയും ഉപയോഗിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും യാത്രക്കാർക്കും മറ്റും മാർഗതടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു. അവിടെ സ്ഥലത്ത് ക്രമസമാധാന പ്രശ്നമുണ്ടാക്കിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ 3 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ്സുകാരുടെ ആക്രമണത്തിൽ 6 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പരിക്കേൽക്കുകയുണ്ടായി. ഈ സംഭവത്തിൽ പരിക്കുപറ്റിയ 6 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥരെയും കളമശ്ശേരി കിൻഡർ ഹോസ്പിറ്റൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകിയിട്ടുണ്ട്. സർ, 12 പേരെ സംഭവ സ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്യുകയും അവർക്കെതിരെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ 419/23 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസിനെ ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെത്തിച്ച സമയത്ത് ശ്രീ ഷാഫി പറമ്പിൽ MLAയും DCC പ്രസിഡൻറ്റും മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും എറണാകുളം പോലീസ് സ്റ്റേഷനിൽ തള്ളിക്കയറാനും പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്താനും ശ്രമിച്ചു. ഇക്കാര്യത്തിൽ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 420/2023 മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 11/2/2023 മുഖ്യമന്ത്രിയുടെ യാത്രാവേളയിൽ കളമശ്ശേരിയിൽ വെച്ച് പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് ഒളിച്ചിരുന്ന് വാഹനവ്യൂഹത്തിൻ്റെ മുന്നിലേക്ക് എടുത്തിയാടാൻ ശ്രമിച്ച ഒരു യുവതി ഉൾപ്പെടെയുള്ള 4 യൂത്ത് കോൺഗ്രസ്സുകാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.
ഇവർക്ക് വാഹനത്തിന് മുന്നിൽ ചാടി ആപത്ത് വരാതിരിക്കാനുള്ള ഇടപെടലാണ് പോലീസ് നടത്തിയത്. സർ, ഗവൺമെൻറ് നടപടികളിൽ പ്രതിഷേധമുള്ളവർ സാധാരണ നിലയിൽ മുൻകൂട്ടി പ്രഖ്യാപിച്ച് ബഹുജനങ്ങളെ അണിനിരത്തി സമരം നടത്താറുണ്ട്. എന്നാൽ തികച്ചും അപകടകരമായ നിലയിൽ ഓടുന്ന വാഹനത്തിൻ്റെ മുന്നിലേക്ക് എടുത്തു ചാടാൻ പ്രേരിപ്പിക്കുന്ന രീതിയാണ് യൂത്ത് കോൺഗ്രസും BJPയും ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഇത് കേരളത്തിൽ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത അപകട സാഹചര്യം ആസൂത്രണമായി സൃഷ്ടിക്കാനുള്ള ശ്രമമാണോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. അത് തടയുവാൻ ആവശ്യമായ നടപടികളാണ് പോലീസ് സ്വീകരിച്ചു വരുന്നത്. ഇത്തരം സാഹചര്യത്തിൽ അനിവാര്യമായ നിയമ നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യം ഉദിക്കുന്നില്ല. ശ്രീ